Book of Samuel, chapter 9, word 1 to 30. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്നു പേരൊരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമിനായ അബീഹിന്റെ മകനായ ബെഖോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്ന് പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തൻ്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അവൻ എഫ്രൈം മലനാട്ടിലും ശാലിശ ദേശത്തു കൂടി സഞ്ചരിച്ച് അവയെ കണ്ടില്ല. അവർ ഷാലീം ദേശത്തു കൂടി സഞ്ചരിച്ച് അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമിൻ ദേശത്തു കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതുകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും എന്ന് പറഞ്ഞു. അതിനവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. കൈകൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. Thank you, Holy Spirit. Are you with me? Yes. Yes. രണ്ട് പ്രധാന കാര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തിരിക്കുകയാണ്. നമ്പർ 1, പ്രൊഫറ്റിക്. What is prophetic? സാമുവേലിനെ കുറിച്ച് ശൗലിനോട് തൻ്റെ ഭൃത്യൻ പറയുകയാണ്, ഇന്ന് തിരിച്ചു പോകണ്ട, ഈ പട്ടണത്തിൽ സ്റ്റേ ബാക്ക് ചെയ്യണം, നിൽക്കണം. ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നതെല്ലാം ഒത്തുവരികയാണ്. അങ്ങനെ അവർ അവിടെ എത്തി. വായിക്കാം. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ. ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. നമുക്ക് വേണ്ട ഈ വാക്യം, നമ്മൾ ബൈബിളിലില്ല, ഇത് വിട്ടേരെ. ഈ വാക്യം വേണ്ട, അത് വേണ്ട, മറ്റേത് മതി. നമുക്ക് ദൈവപുരുഷൻ്റെ അടുക്കൽ പോകാം. പക്ഷേ ദൈവപുരുഷൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ദൈവപുരുഷന് കൊടുക്കാൻ ഒന്നും കരുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വേർഡ് 8. ഭൃത്യൻ ശൗലിനോട്, എൻ്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. The prophet will direct you. Yes. Amen. The prophet can settle you. Yes. Amen. Yes. പ്രവാചകന് നിനക്ക് വഴി പറഞ്ഞു തരുവാൻ കഴിയും. Yes. Amen. പ്രവാചകന് നിന്നെ സെറ്റിൽ ചെയ്യുവാൻ കഴിയും. Amen. ദൈവം വേദപുസ്തക ചരിത്രത്തിൽ എവിടെയെല്ലാം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ആ പ്രശ്നത്തിന് പരിഹാരമായി അവിടെയെല്ലാം ദൈവം അയച്ചത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയാണ്. അപ്പോസ്തോലിക് മിനിസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പ്രൊഫറ്റിക്. This word is very important. That will he give to the man of God, tell us our way. Word 9. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിക്കുവാൻ പോകുമ്പോൾ, വരുവീൻ, നാം ദർശകന്റെ അടുക്കൽ പോകുക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ. എവറി വേർഡ് അവിടെ എഴുതിയിരിക്കുന്ന എല്ലാ വാക്യത്തിലും സീർ, SEER, സീർ എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. സീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. ഞാൻ അതുവഴി നടക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുകയാണ്, അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്.
ഞാൻ ഇവിടെ നിന്ന് ആത്മാവിൽ കാണുകയാണ്, അവിടെ ഒരാൾ പാസ്പോർട്ടുമായി ഇരിപ്പുണ്ട്. കാണുന്നവൻ. Yes. See. Amen. Yes. Amen. Amen. See. Yes. Amen. The spirit realm. Amen. Hallelujah. Hallelujah. Word 10. ശൗൽ ഭൃത്യനോട്, നല്ലത്, വരിക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെയല്ല, you can see that word in everywhere. Is the seer is here? Seer, കാണുന്നവൻ, സ്പിരിറ്റ് തലങ്ങളെ കാണുന്നവൻ, ആത്മതലങ്ങളെ കാണുന്നവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് വേർഡ്. അവർ അവരോട്, ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ, വേഗം ചെല്ലുവീൻ എന്ന് പറഞ്ഞു. ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗമുള്ളത് കൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. Man of God in the city. Amen. Yes. Amen. Amen. Hallelujah. ദൈവത്തിന്റെ അഭിഷിക്തൻ man of God ഇന്ന് പട്ടണത്തിലുണ്ട്. Yes. Amen. Word 13. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. Word 14 please. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. Yes. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ, ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. Amen. Are you with me? Hallelujah. നാളെ ആരാണ് പ്രാർത്ഥനയിൽ വരുന്നത് എന്ന് തലേ ദിവസം സാമുവേലിന്റെ സ്പിരിറ്റിൽ ലഭിക്കുകയാണ്. ഈ ദൈവം ഇന്ന് ലീവിലല്ല, ഒളിവിലല്ല, മോർച്ചറിയിലല്ല, കല്ലറയിലല്ല. Yes. Amen. ഫ്രീഡം മീറ്റിംഗ് നടക്കുമ്പോൾ തലേന്ന് ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് പാസ്റ്റർ ജിജിയും ക്രിസ്റ്റിയും നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ആ കസേരയിൽ അവിടെ ഒരു പേഷ്യൻ്റ് വന്നിരിക്കും, ദൈവം അവളോട് സംസാരിക്കും. 50 പേരിരിക്കുന്ന സ്ഥലമല്ലത്, സ്റ്റേഡിയം. കൃത്യമായി അടുത്ത ദിവസം അതേ ചെയറിൽ അതേ സ്ഥലത്ത് 3 പേർ ഒന്നിച്ചിരുന്നു. അതിലൊരാൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് കർത്താവ് വിളിച്ചു. ദീർഘവർഷങ്ങളായുള്ള അവളുടെ രോഗം അവിടെ വെച്ച് സൗഖ്യമായി. അവരാദ്യമായിട്ടാണ് എന്നെ കാണുന്നത്, ആദ്യമായിട്ടാണ് എൽഷദായി മിനിസ്ട്രിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഇതിലെല്ലാം ഉപരി ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലേക്ക് കയറി വരുന്നത്. ശൗൽ വരുന്നതിന് മുൻപേ യഹോവ സാമുവേലിന് അത് വെളിപ്പെടുത്തി. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി കേട്ട് കാണത്തില്ല, ഇതിലേക്ക് ശ്രദ്ധിച്ച് കാണത്തില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാ തുറന്ന് പറഞ്ഞ് ദൈവം വെളിപ്പെടുത്തും. ദൈവം വിഷയങ്ങളെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും. ദൈവം ഒരു പക്ഷെ തലേന്നെ കാണിച്ചു കൊടുക്കും. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ്. ഈ വരുന്ന ശൗൽ തോൾ മുതൽ പൊക്കമുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, മറ്റൊന്നും ശൗലിനെ കുറിച്ച് പറയാനില്ല. പക്ഷെ സാമുവേൽ ശൗലിനോട് പറയുന്നു, പ്രവാചകൻ ശൗലിനോട് പറയുന്നു, നീ എൻ്റെ കൂടെ താമസിക്കണം, നീ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. യു സ്റ്റേ വിത്ത് മീ. ഒറ്റ ദിവസം അഭിഷിക്തൻ്റെ കൂടെ ഒറ്റ ദിവസം അസോസിയേറ്റ് ചെയ്ത് ശൗൽ തിരിച്ചു പോകുമ്പോൾ പ്രവാചക ഗണത്തിൽ നിന്ന് ശൗൽ പ്രവചിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഐ ആം ഫീലിംഗ് ദ ഇംപാർട്ടേഷൻ. Feeling the impartation. A prophetic impartation. Yes. Hallelujah. At the next day,
ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങോട്ട് വന്ന ആളായിരുന്നില്ല തിരിച്ചങ്ങോട്ട് പോയത്. നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി, ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ. What is the reason, man of God, in your city? അഭിഷിക്തൻ, ഇതിൻ്റെയൊക്കെ വില ഞാൻ ബൈബിളിൽ നിന്ന് പറയുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും തെറ്റിദ്ധരിക്കുന്നതും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയാണ്. പക്ഷേ ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നവർ മനസ്സിലാക്കണം, നിന്നെ ദൈവത്തിന് സെറ്റിൽ ചെയ്യാനും നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനും ദൈവം പ്രയോജനപ്പെടുത്തുന്നത് തൻ്റെ ദാസന്മാരെയാണ്. ഒരുപക്ഷെ നീ ഒരു സാധാരണ ശൗലിനെ പോലെ ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഇതിനകത്ത് വന്നത്. മടങ്ങുമ്പോൾ പ്രവാചക ഗണത്തിൽ നിന്നെ പെടുത്താൻ the right associations and the right connection is important thing. The right association and the right connection is important thing. തലേന്ന് തന്നെ ശമൂവേലിന് നാളെ ആരാണ് പ്രാർത്ഥനയിൽ വരുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തി. അവനും പ്രവചിച്ചു. കൈകളെ ഉയർത്തി പറഞ്ഞ, ലോർഡ് റിവീൽ, വെളിപ്പെടുത്തണമേ കർത്താവേ, നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. കൈകളെ ഉയർത്തി പറഞ്ഞ, നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ മേളിൽ ഒരു വലിയ ടേൺ, ഒരു തിരിവ് കർത്താവായി അത് സ്പിരിറ്റ് തലത്തിൽ ഭയങ്കരമായി ട്രിഗർ ചെയ്യുന്നത് എനിക്കറിയാം. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ചിലർ, മരണഭയമുള്ള ചിലർ, രോഗങ്ങളുടെ ബന്ധനങ്ങളിൽ കിടക്കുന്ന ചിലർ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഭയങ്കര വിസിറ്റേഷനുകൾ അവരിൽ സംഭവിക്കാൻ പോവുകയാണ്. സീർ, ദർശകൻ, കാണുന്നവൻ. ശമൂവേൽ ആരായിരുന്നു? ദർശകൻ, കാണുന്നവൻ, ആത്മതലങ്ങളെ കാണുന്ന പ്രവാചകൻ. ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശൗൽ രാജാവായിരുന്നില്ല. ശമൂവേൽ മാൻ ഓഫ് ഗോഡ്, പ്രൊഫറ്റ്, ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവായിരുന്നില്ല. പക്ഷെ ശമൂവേൽ അഭിഷിക്തൻ ഒരുവനെ അഭിഷേകം ചെയ്താൽ, ശൗലിനെ അഭിഷേകം ചെയ്താൽ, ദാവീദിനെ അഭിഷേകം ചെയ്താൽ പിന്നെ അവന് രാജാവാകാതിരിക്കാൻ പറ്റത്തില്ല. Because സ്പിരിറ്റ് റിലത്തിൽ, ആത്മതലങ്ങളിൽ അതവന് വേണ്ടി ആക്ടിവേറ്റഡ് ആയിരിക്കും. എൻ്റെ ആത്മാവിൽ എനിക്ക് നന്നായിട്ടറിയാം, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിയുള്ള, ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാൻ വിളിക്കപ്പെട്ട, എന്നാൽ ചില പരിമിതികളിൽ ഒതുങ്ങിപ്പോയി കൊതിയോടെ പ്രവചിക്കാനുള്ള കൊതി, രോഗികളെ സൗഖ്യമാക്കാനുള്ള കൊതി, ആത്മാക്കളെ നേടാനുള്ള കൊതി, ആ കൊതിയോടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ മേളിൽ 2 Samuel chapter 9 word 1. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട്
യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദെബാരിൽ അമിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു. ലോദെബാരിൽ അമിയേലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന്, എൻ്റെ പ്രിയ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ആർ യു ലിസണിങ് മീ? ഹല്ലേലൂയ. 2 ശമൂവേൽ 9:1 ബൈബിൾ പറയുന്നു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ എന്ന് ദാവീദ് അന്വേഷിക്കുകയാണ്. ഒരു ദിവസം ദാവീദിന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്നങ്ങ് തോന്നുകയാണ്, ട്രിഗർ ചെയ്യാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് കരുണ കാണിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചരിത്രം അറിയാം. ദാവീദിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച വ്യക്തിയാണ് ശൗൽ. ദാവീദിന് വിരോധമായി പ്രവർത്തിച്ച മനുഷ്യനാണ് ശൗൽ. ദാവീദിനെ കൊന്നുകളയാൻ പലതവണ ശ്രമിച്ചയാളാണ് ശൗൽ. പക്ഷേ ശൗലിന്റെ മക്കളിൽ യോനാഥാൻ ദാവീദുമായി സഖ്യത ചെയ്ത വ്യക്തിയായിരുന്നു. ഞാനതിലേക്ക് ആ റെഫറൻസിലേക്ക് വരും. ഒരു ദിവസം നിങ്ങൾക്കറിയാം, ശൗൽ മരിച്ചു, യോനാഥാൻ മരിച്ചു, ശൗലിന്റെ ആൺമക്കളെല്ലാം മരിച്ചു. ശൗലിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ആരും ശേഷിക്കുന്നില്ല. ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ, ഈ വേർഡാണ് ഇന്നത്തെ മെസ്സേജിൻ്റെ ഒരു പ്രധാന ഭാഗം. ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ, ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ ദാവീദിന്റെ അകത്ത് ദാവീദിന് തോന്നുകയാണ്, അല്ല, അഭിഷിക്തനെ ദൈവാത്മാവ് തോന്നിപ്പിക്കുകയാണ്, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് ആ വീട്ടിലുള്ള ആരോടെങ്കിലും ഒരാളോട് എനിക്ക് കരുണ കാണിക്കണം. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞേ. വിശുദ്ധ ബൈബിളിൽ, വേദപുസ്തകത്തിൽ ശൗലിന്റെ കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു ഭൃത്യൻ എന്ന് വെച്ചാൽ, നേരത്തെ പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ശൗലിന്റെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഒരാള് ഇപ്പോൾ ദാവീദിന്റെ കൊട്ടാരത്തിലാണ് പണിയെടുക്കുന്നത്. പുള്ളിക്കാരന്റെ പേര് സീബ എന്നാണ്. സീബ. ദാവീദ് സീബയെ വിളിച്ച് ചോദിക്കുകയാണ്, സീബ, ഈ ശൗലിന്റെ വീട്ടിൽ കുടുംബത്തിൽ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? സീബ ഉടനെ ദാവീദ് രാജാവിനോട് പറയുകയാണ്, ഉണ്ട്. 2 കാലും മുടന്തനായി യോനാഥാന്റെ ഒരു മകൻ അവിടെ ഉണ്ട്. അവൻ 2 കാലും മുടന്തുള്ളവനാണ്. അവൻ യോനാഥാന്റെ മകനാണ്. ഉടനെ ദാവീദ് രാജാവ് പറയുകയാണ്, അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചു. സീബ പറയുന്നു, അവൻ വീട്ടിലുണ്ട്. അവന്റെ സ്വന്തം വീട്ടിലല്ല, അവൻ ലേബോദരിൽ അമിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട്. കാരണം അവന് വീടില്ല, അവനിപ്പോൾ ഒന്നുമില്ല, അവൻ അപ്പനില്ല, അവന് വല്യപ്പനില്ല, അവൻ ഇപ്പാപ്പനില്ല, അവൻ ആരുമില്ല, അവൻ 2 കാലും മുടന്തുള്ളവനാണ്. ഇത് മെഹിബോശെത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ, ആ മകന്റെ പേര് മെഹിബോശെത്ത് എന്നാണ്. അടുത്ത വാക്യം നോക്കിയേ. ശൗലിന്റെ മകനായ യോനാദിന്റെ മകൻ മെഹിബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. ദാവീദ് മെഹിബോശെത്തെ എന്ന് വിളിച്ചു, അവൻ അടിയൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്. ഇത് ദൈവത്തിന്റെ ദയ എനിക്ക് നിന്നോട് കാണിക്കണം. അങ്ങനെയാണ് 2 ശമൂവേൽ 9:1 തുടങ്ങുന്നത്. എൻ്റെ ദയയല്ല, എൻ്റെ ഫേവർ അല്ല, ദൈവത്തിന്റെ ദയ. യോനാഥാന്റെ നിമിത്തം ആ ദൈവികമായ ദയ കാണിക്കേണ്ടതിന്
ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എടുത്ത ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. മെഫീബോശെത്ത് അവന്റെ അരികിൽ വന്നു. ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. വായിക്കാം. അവൻ നമസ്കരിച്ചുകൊണ്ട് ആ. ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞേ മെഫീബോശെത്ത്. എല്ലാരും ആ പേരൊന്ന് പറഞ്ഞേ. മെഫീബോശെത്ത്. മെഫീബോശെത്ത് ആരുടെ മകനാണ്? യോനാഥാന്റെ മകൻ. ആരുടെ കൊച്ചുമോനാണ്? ശൗലിന്റെ കൊച്ചുമോൻ. മെഫീബോശെത്ത് 2 കാലും മുടന്തുള്ളവനായി, സ്വാധീനമില്ലാത്ത, നടക്കാൻ കഴിയാത്ത, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മെഫീബോശെത്ത് ദാവീദിനോട് പറയുന്നു, യജമാനനെ, ചത്ത നായെ പോലിരിക്കുന്ന അടിയനെ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാഷയിൽ പറയാം, ഒരു നായുടെ വില പോലും ഇല്ലാത്ത, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത, ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്ത അടിയനെ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ? ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്തവനെയും കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുവാൻ, അവനോട് കരുണ കാണിക്കാൻ, അവന് വേണ്ടി വാതിൽ തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ഫേവർ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ട്രിഗർ ചെയ്യപ്പെടട്ടെ. ഈ മനുഷ്യൻ മെഫീബോശെത്ത് ദാവീദിനോട് പറയുകയാണ്, ചത്ത നായെ പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രം തിരിയുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുകയാണ്. അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, വല്യപ്പനില്ലാത്ത, ഇപ്പാപ്പനില്ലാത്ത, സ്വന്തമായൊരു വീട് പോലും ഇല്ലാതെ വേറെ ആരുടെയോ വീട്ടിൽ താമസിക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ പോലും സ്വാധീനമില്ലാത്ത ഈ മുടന്തന് വേണ്ടി ഒരു ദിവസം രാജാവിന്റെ അകത്ത് ട്രിഗർ ചെയ്യപ്പെടുകയാണ്. ഇത് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല. ഇത് അപ്രത്യക്ഷമായി ഉണ്ടായതല്ല. ഇത് ദൈവത്തിന്റെ ഭയങ്കര പ്ലാനായിരുന്നു. ഇത് ട്രിഗറിംഗ് ആയിരുന്നു. ഇത് ട്രിഗറിംഗ് ആയിരുന്നു. ഇത് ട്രിഗേർഡ് ആയിരുന്നു. കാരണം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഒറ്റ ദിവസം, ഇത് ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. കർത്താവിനെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ഈ ശുശ്രൂഷയൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയ മക്കൾ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പ്രവചിക്കുകയാണ്. I am prophesying over you. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഏറ്റവും വലിയ പ്രവചന ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് മാത്രം പ്രൊഫസ് ചെയ്താൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് അവർക്ക് വേണ്ടി പോവും. ബാക്കിയുള്ളവരെല്ലാം അവർക്കൊന്നും കിട്ടുന്നില്ല, അവര് അനങ്ങാതിരിക്കും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൻ്റെയർ ദ ക്രൗഡിനോട് കർത്താവ് സംസാരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ എല്ലാം നഷ്ടപ്പെട്ടവനാണ് മെഫീബോശെത്ത്. 1 ശമൂവേൽ 31:5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ എന്ന്
വാളിന്റെ മേൽ വീണു എന്ന് അവനോട് കൂടെ മരിച്ചു. നെക്സ്റ്റ് വേർഡ് പ്ലീസ്. ഇങ്ങനെ ശൗലും അവന്റെ മൂന്ന് പുത്രന്മാരും അവന്റെ ആയുധവാഹകനും തന്റെ ആയുധവാഹകരും അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. അന്ന് ഒരു കൂട്ട മരണം നടന്നു. അന്ന് ഒന്നിച്ച് മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 സാമുവേൽ ചാപ്റ്റർ 4 വരുമ്പോൾ, ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും ഉടന്തനായിട്ടൊരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന്, ആ വേർഡ് ശ്രദ്ധിച്ചോണം, ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം എന്ന് വെച്ചാൽ ഒറ്റ ദിവസമാണ് മെഹീബോശത്തിന്റെ അപ്പനും വല്യപ്പനും മരിച്ചത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ മെസ്സേജ് പറയുന്നത്. ഇന്ന് ഇതിനകത്ത് ഒത്തിരി ഡെത്ത് ക്യാൻസൽ ആകുകയാണ്. ഒറ്റ ദിവസം, എ സിംഗിൾ ഡേ, അപ്പൻ മരിച്ചു. അതേ ദിവസം വല്യപ്പൻ മരിച്ചു. അതേ ദിവസം അപ്പന്റെ സഹോദരങ്ങൾ മരിച്ചു. ഈ മരണവാർത്ത ഈ കുഞ്ഞിന്റെ അടുക്കൽ എത്തിയ സമയത്ത് അവന്റെ ധാത്രി എന്ന് വെച്ചാൽ നേഴ്സ് ഈ 5 വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് എഴുന്നേറ്റ് ഈ മരണവാർത്ത അറിഞ്ഞ് അപ്പൻ്റെയും അവൻ്റെ അപ്പൻ്റെയും അവൻ്റെ വല്യപ്പൻ്റെയും അവൻ്റെ ഉപ്പാപ്പന്മാരുടെയും മരണം അറിഞ്ഞിട്ട് ഈ കൊച്ചിനെയും കൊണ്ട് ഓടുമ്പോൾ ആ ഓടുന്ന വഴിക്ക് കുഞ്ഞ് താഴെ വീണ് അവനും 2 കാലും ഉടന്തുള്ളവനായി. ഒരേ ദിവസം ആ കുഞ്ഞിന്റെ മെഹീബോശത്തിന്റെ 2 കാലിന്റെ സ്വാധീനം പോയി. അതേ ദിവസം അവന്റെ അപ്പൻ പോയി. അതേ ദിവസം അവന്റെ വല്യപ്പൻ പോയി. ആ ദിവസം അവനെ സംബന്ധിച്ച് തകർച്ചയുടെ ഒരു ദിവസമായിരുന്നു. നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ ഒരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ദൈവം വേറൊരു ദിവസം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ, നിന്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സകലതും നിന്നിലേക്ക് മടക്കി തരാൻ എൻ്റെ ദൈവം മറ്റൊരു ദിവസം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും നഷ്ടപ്പെട്ട ഒരു ദിനമുണ്ടെങ്കിൽ, എല്ലാം നിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് നീ ചിന്തിച്ച ഒരു ദിവസം നിനക്കുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവസം സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. Listen. നിങ്ങൾക്ക് ഈ സാഹചര്യം മനസ്സിലായോ? മെഹീബോശത്ത് ആരെന്ന് മനസ്സിലായോ? ഈ മെഹീബോശത്തിനെ ദാവീദ് കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് വേദപുസ്തകം പറയുന്നു 8-ാമത്തെ വാക്യത്തിൽ അവൻ നമസ്കരിച്ചും കൊണ്ട് ശബ്ദനായെ പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യം, ദാവീദ് സീബയോട് നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാന്റെ മകന് ഭക്ഷിക്കുവാൻ ആഹാരം ഉണ്ടാകേണ്ടതിന്, മെഹീബോശത്തിന് ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം, മെഹീബോശത്തിന് വേണ്ടി നിലം കൃഷി ചെയ്യണം. രാജാവിന്റെ കൽപ്പനയാണ്. മെഹീബോശത്തിന് വേണ്ടി നിലം കൃഷി ചെയ്യണം. അതിന്റെ അനുഭവം എടുക്കണം. നിന്റെ യജമാനൻ എന്ന് വെച്ചാൽ യോനാഥാന്റെ മകനായ മെഹീബോശത്ത് നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. ഈ 35 പേർ ഇനി മുതൽ മെഹീബോശത്തിന് വേണ്ടി ജോലി ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും മെഹീബോശത്തിന് ഭക്ഷിക്കാൻ ആഹാരം ഉണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി നീയും നിന്റെ വേലക്കാരും കൃഷി ചെയ്യണം. ഇന്നലെ വരെ, കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് വരെ സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത, സ്വന്തം കാര്യങ്ങൾ പോലും ചൊവ്വ ചെയ്യാൻ പറ്റാത്ത ഇവന് വേണ്ടി ഒറ്റ സെക്കൻഡ് കൊണ്ട് 35 വേലക്കാർ
Yeah. Oh, Amen. yes. Amen. Are you with me? 35 servants. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ ദൈവത്തിന് ഒരുത്തന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ Yes. ചത്ത നായുടെ വില പോലും ഇല്ലാത്ത, നിങ്ങളിൽ ചിലർ പറയത്തില്ലേ, ഒരു പട്ടിയുടെ വില പോലും തന്നില്ലെന്ന്. നിന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മെഹീബോശത്തിന് വേണ്ടി മാത്രം, രാജാവിന്റെ കൽപ്പനയാണ്, മെഹീബോശത്തിന് വേണ്ടി മാത്രം ഇന്നു മുതൽ 35 ജോലിക്കാർ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ഒരു കാര്യത്തെ ട്രിഗർ ചെയ്യിച്ചാൽ, നിനക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയോട് ഇടപെട്ടാൽ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറന്നു തന്നാൽ, അത് നീ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നു. അത് നിങ്ങൾ ചിന്തിക്കുന്നതിലും, നിങ്ങൾ ചോദിച്ചതിലും, നിങ്ങൾ നനച്ചതിലും അത്യന്തം ഫലമായിരിക്കും. ലിസൺ, എന്താണ് അതിന്റെ തെളിവ്? ഇവിടെ മെഹീബോശത്ത് ഇനി മുതൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് രാജാവിന്റെ മേശയിൽ നിന്നാണ്. ഹല്ലേലൂയ. ലിസൺ, ലിസൺ, ആ വേർഡ് കൂടെ പറഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഹല്ലേലൂയ. 11ാമത്തെ വാക്യം, മെഹീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. He shall eat at my table as on the king's son. ചത്ത നായുടെ വില പോലും, വഴിയെ ചത്ത് കിടക്കുന്ന ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തവൻ ഇപ്പോൾ രാജാവിന്റെ മകനായി മാറി എന്ന്. King's son. ഈ തമ്പുരാൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതല്ല രസം. അതാ ഞാൻ പറഞ്ഞ, ചിന്തിക്കാത്ത കാര്യം ദൈവം ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ദാവീദിന് തന്നെ തോന്നിയതാണെന്ന്? നിങ്ങൾക്ക് ദാവീദിന്റെ സ്വഭാവം അറിയാവോ? നിങ്ങൾക്ക് ദാവീദിന്റെ ഒരു തീരുമാനം അറിയാവോ? ദാവീദ് രാജാവിന് ഇഷ്ടമല്ലാത്ത 2 കൂട്ടരുണ്ട്, കുരുടരും മുടന്തരും. രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിന്റെ വാതിലിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, മുടന്തന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന്. ഇപ്പൊ അകത്തിരിക്കുന്ന ആരാ? രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന ആരാ? ആ പാലസിനകത്തിരിക്കുന്ന ആരാ? 2 കാലും. ദാവീദിന് ഇഷ്ടമല്ല മുടന്തന്മാരെ. വായിച്ചോ, 2 ശമൂവേൽ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ എല്ലാം വായിക്കാൻ നേരെയില്ല. ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് ദാവീദിന്റെ നഗരം, അത് ദാവീദിന്റെ പട്ടണമാണ്. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിലൂടെ കടന്ന ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്ന ചൊല്ല് നടപ്പായി. ദാവീദിന്റെ വീട്ടിൽ കുരുടന്മാർക്കും മുടന്തന്മാർക്കും പ്രവേശനമില്ല. പക്ഷേ പ്രവേശനമില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്നെ അകത്തു കൊണ്ടുവരാൻ ദൈവം നിനക്ക് വേണ്ടി, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, സാഹചര്യം വിഷയമല്ല, നിയമം വിഷയമല്ല, സംവിധാനങ്ങൾ വിഷയമല്ല. ആമേൻ. ചിലതിനെ മറികടന്ന് നിന്റെ വിടുതൽ നിന്റെ അരികിൽ വരികയാണ്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ സംസാരിക്കുന്നു.
ദൈവം നിന്നെ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ, Yes. മെഹിബോശത്തെ, നിനക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലെങ്കിലും Yes. നിന്റെ നാട്ടുകാരും കുടുംബക്കാരും നിന്നെ ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്തവനായി നിന്നെ എഴുതി തള്ളിയ കേസാണെങ്കിലും Yes. നിന്നെ മാനിക്കാൻ എന്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ വാ തുറന്ന് പറയാമോ? അവകാശം അവകാശിയുടെ കയ്യിൽ തന്നെ വരും. അവകാശിയുടെ കയ്യിൽ തന്നെ വരും. ഒരിക്കൽ കൂടെ പറഞ്ഞ വാഗ്ദത്തം വാഗ്ദത്തം കേട്ടവന്റെ കയ്യിൽ തന്നെ വരും. അവകാശം അവകാശിയുടെ കയ്യിൽ തന്നെ വരും. വാഗ്ദത്തം കേട്ടവന്റെ കയ്യിൽ തന്നെ വരും. ദൈവം യോനാഥാന്റെ തലമുറയെ മറക്കില്ല. ദൈവം യോനാഥാന്റെ തലമുറയെ മറക്കില്ല. ഞാൻ ആരോടൊക്കെ പ്രവചിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷിക്തനെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് രണ്ടാമനായ മതി എന്ന് പറഞ്ഞ യോനാഥാന്റെ തലമുറമാരെ, യോനാഥാന്മാരെ ദൈവം മറക്കില്ല. Yes. Hallelujah. എന്തായിരുന്നു യോനാഥാന്റെ പ്രത്യേകത എന്നറിയോ? അപ്പനായ ശൗൽ അഭിഷിക്തന് വിരോധമായി നിൽക്കുമ്പോഴും ദൈവത്തിന്റെ അഭിഷേകത്തെ ബഹുമാനിച്ച, അഭിഷിക്തനോടൊപ്പം നിന്ന, Yes. അപ്പൻ അരമനകൾക്കകത്ത് ദാവീദിനെ കൊല്ലാൻ പദ്ധതി ഇടുമ്പോൾ യോനാഥാൻ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറയും, രക്ഷപ്പെട്ടു പൊയ്ക്കോ, ഈ സ്ഥലത്തുനിന്ന് പൊയ്ക്കോ. Yes. നിങ്ങൾക്കറിയാമോ, ദാവീദ് മരിച്ചാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് യോനാഥാനാണ്. അപ്പനായ ശൗൽ ദാവീദിനെ കൊന്നാൽ അതിന്റെ നന്മ ഉണ്ടാകുന്നത് യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ പറയുന്നു, എനിക്ക് ദൈവഹിതമില്ലാത്ത നന്മ വേണ്ട, എനിക്ക് ദൈവഹിതമില്ലാത്ത അനുഗ്രഹം വേണ്ട, എനിക്ക് ദൈവഹിതമില്ലാത്ത ഒന്നും വേണ്ട, ഞാൻ രണ്ടാം സ്ഥാനത്ത് നിന്നോളാം. അവന്റെ തലമുറയെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അവകാശം അവകാശിയുടെ കയ്യിൽ തന്നെ വരും. വാഗ്ദത്തം കേട്ടവന്റെ കയ്യിൽ തന്നെ വരും. യോനാഥാന്മാരെ, നിന്റെ തലമുറയെ മറക്കാത്തൊരു ദൈവമുണ്ട്. Yes. Hallelujah.